ഇന്നും തുടങ്ങിയിട്ടുണ്ട്. ഇന്നും അവന്റെ അവിടുന്ന് പൈസ എടുത്തിട്ടുണ്ട്. നിന്റെ ആവശ്യത്തിനാണോ ഈ പൈസ എടുക്കുന്നത്? കൊള്ളാം, സ്വന്തം ആവശ്യത്തിന് മോനെ കൊണ്ട് പൈസ എടുപ്പിക്കുന്ന. അനാവശ്യം പറയരുത്. എനിക്ക് ആവശ്യമുള്ളതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മകൻ ചെയ്തതിനൊക്കെ പഴി എനിക്ക്. ഈശ്വര, ആരെ വാലിരിക്കണമെന്ന് കേട്ടിട്ട് വേണം ജീവിക്കാൻ. ഓഫീസിൽ പോയാൽ അവിടെ സ്വസ്ഥതല്ല, വീട്ടിൽ വന്നാൽ ഇവിടെയില്ല. വളർത്തി വെച്ചിരിക്കുന്ന ഒരുത്തരെ വീണ്ടും താണ്ടും കൂടല്ലേ ഒരുത്തൻ. അതെന്താ അങ്ങനെ? സ്വന്തം മകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അല്ലെങ്കിൽ സമൂഹം അങ്ങനെയാണല്ലോ, മക്കൾ വഴിതെറ്റിയ കുറ്റം അത്രയും അമ്മമാർക്ക്. മടുത്തു എനിക്ക്. അമ്മ പ്ലീസ് അമ്മ, ചുറ്റുമുള്ള എല്ലാരും അച്ഛൻ പറയുന്നത് കേട്ടോ. അമ്മ സമാധാനപ്പെടുന്നത് നമുക്ക് താഴോട്ട് പോകാം. അല്ലെങ്കിൽ അവൻ ചെയ്തതിന് എല്ലാത്തിനും കുറ്റം എനിക്കാണല്ലോ. ഇങ്ങോട്ട് വരട്ടെ. അച്ഛനെന്താ പറ്റിയേ? എന്തിനാണ് അച്ഛൻ്റെ അക്കൗണ്ടിൽ കാശ് എടുത്തേ? പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റുമോ? ഞാൻ ഇനിയും പൈസ എടുക്കും. ഫോണിന്റെ പാസ്വേഡ് മാറ്റി ഞാൻ ATM കാർഡിൽ നിന്ന് പൈസ എടുക്കും. അതും തികഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പൈസ എടുക്കും. എനിക്ക് വയ്യ ഈ പ്രശ്നം അടങ്ങിക്കാൻ. കണ്ടില്ലേ? ആഗ്രഹിച്ച നമുക്ക് രാങ്കുഞ്ഞ് ജനിച്ചപ്പം അവ ഇത്തിരി സന്തോഷത്തോടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തു. കുറച്ച് ഫ്രീഡം കൊടുത്തുപോയി. ആകപ്പാട് ചെയ്തൊരു തെറ്റെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ കോഴ്സ് പഠിപ്പിക്കാതെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചെന്തിനാ അവനെ? നമ്മളെ പോലെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന്റെ ദേശമാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് മൊത്തം കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? നിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അവളെവിടെ? അടുക്കളയിലുണ്ട്. വീണേ, വാ കഴിക്കാം. ദാ വരുന്നമ്മേ. കുറച്ച് മതിയോ? മതി മതി മതി. നീ ഇരിക്കേ. അവനെ കഴിക്കാൻ വിളിക്കണ്ടേ? കേശു, വാ കഴിക്കാം. ദാ കഴിക്കല്ലേ നീ? എനിക്ക് നിങ്ങളെ ഫുഡ് വേണ്ട, ഞാൻ പുറത്ത് കഴിച്ചോളാം. അതിന് വേണമെങ്കിൽ കഴിക്കട്ടെ. കറി വെക്കും. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. ഒരു ചായയെങ്കിലും കുടിക്കാനുള്ള സമയം. അല്ലെങ്കിൽ ഒരു ചായ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടും. ആദ്യം നീ കാര്യം പറ, എന്നിട്ട് വേണോ തീരുമാനിക്കാൻ ദേഷ്യപ്പെടാൻ വേണ്ടെന്ന്. അച്ഛൻ ഇന്ന് നിന്നെ കുറിച്ച് ഒത്തിരി സംസാരിച്ചു.
അമ്മയ്ക്കും വിഷമമുണ്ട്. നീ ചെയ്യണ ഈ ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ അമ്മയ്ക്കാണ് വഴക്ക് കേൾക്കുന്നത്. എടാ, നിന്നെ ഒരു വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാ അച്ഛനും അമ്മയും നിന്നെ എഞ്ചിനീയറിംഗിന് കൊണ്ട് ചേർത്തത്. വലിയ നില ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് എന്റെ തലയിലെടുത്ത് വെച്ച് തരണയാണോ വലിയ നില ആവാൻ വേണ്ടി? എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആണെങ്കിൽ പഠിക്കാൻ ഇവിടെ ആരും സമ്മതിച്ചില്ല. എന്നിട്ടാണ് വലിയ നിലയെ കാണാൻ പോലും. നീ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ എന്തായിരുന്നു എൻ്റെ ആഗ്രഹമെന്ന്? എനിക്ക് +2 കഴിഞ്ഞ് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. +2 കഴിഞ്ഞപ്പോൾ ആരും എന്നോട് ചോദിച്ചില്ല എന്തിനാ പോകണ്ടേന്ന്. പിന്നെ ഒരു വലിയ ഫീസ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞതുമില്ല. എടാ, പണ്ടേ അച്ഛൻ എന്റെ പഠിത്തത്തെ പറ്റി മുരളി മാമന്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടത്. അച്ഛനോട് മുരളി മാമൻ പറഞ്ഞാൽ മുരളി എന്തിങ്ങോട്ട് അവിടെ അപ്പുറം വരെ RT ഓഫീസ് വരെ പോകണമായിരുന്നു. പിന്നെ നീ ആയിട്ട് ഇവിടെ അടുത്തല്ലേ, നീ ഇവിടെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ശരിയല്ല, കൊറേ നാളായില്ലേ നമ്മള് കണ്ടിട്ട്. ഇത്ര നാളെ നമ്മളിപ്പോ +2 കഴിഞ്ഞില്ലേ, നീ അടുത്തെന്താ പരിപാടി? ഇനി എന്തെങ്കിലും ഒരു കോഴ്സ് എടുപ്പിക്കണം, പിന്നെ നല്ലൊരു ചെറുക്കനെ നോക്കി കെട്ടിക്കണം. പിന്നെ ജോലി കിട്ടിയിട്ട് കെട്ടിക്കാന്ന് വെച്ചാ ഇപ്പം എല്ലാം നല്ല കോമ്പറ്റീഷൻ അല്ലേ. അത് ശരിയാ. പിന്നെ വലിയ വലിയ കോഴ്സുകൾ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അതിനുള്ള സാമ്പത്തികമില്ല. അത് ശരിയാണ്. ഈ കാലത്ത് പെൺപിള്ളേരെ അത്രയൊന്നും പഠിപ്പിക്കണ്ട, നേരത്തെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എടാ, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതുപോലെ നിന്നെ കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും പൈസ ചെലവാക്കി നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ടത്. എടാ, നീ ഇങ്ങനെ എന്നെ പഠിപ്പിയെന്നും പുസ്തക പുഴു എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടല്ലോ. ഞാനേ കഷ്ടപ്പെട്ട് ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷന് ക്ലാസ്സും അതുപോലെ തന്നെ അവർ പറയുന്ന നോട്ട്സും ഒക്കെ എഴുതി അയക്കുന്നുണ്ട്. അതുവഴി എനിക്ക് ചെറുതല്ലാത്ത ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഈ വീട്ടു ജോലികൾക്കിടയിൽ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചെങ്കിലും രൂപ സമ്പാദിക്കുന്നുണ്ട്. ഞാൻ എന്റെ ചേച്ചിയല്ലേ, ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ നിന്നെ സഹായിക്കാൻ. കുറച്ച് പൈസ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. നീ തൽക്കാലം അത് അച്ഛന് കൊടുക്ക് കേട്ടോ. എടാ, സമയം ഒത്തിരി വൈകി, നീ പോയി കിടന്നുറങ്ങി കേട്ടോ. എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ വാശിയാണ് എല്ലാത്തിനും കാരണം. ഞാൻ അച്ഛനെ അമ്മയെ ചേച്ചി ഒരുപാട് വിഷമപ്പെടുത്തി. ഇനി ഇങ്ങനെ പറ്റൂല, മാറണം ഞാൻ. സോറി എല്ലാത്തിനും. കരയില്ലേ? എല്ലാം എന്റെ തെറ്റാ. എല്ലാം നിങ്ങളെല്ലാരും വേദനിപ്പിച്ചു ഒരുപാട്. എല്ലാം എന്റെ വാശിപ്പുറത്ത് ചെയ്തതാ. എനിക്ക് ആഗ്രഹിച്ച പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് വാശിപ്പുറത്ത ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയ. എനിക്ക് ഒരു ചാൻസിനോ നിങ്ങൾ കാരണം എല്ലാം എന്റെ ആശയ. കരയല്ലേ ഇങ്ങനെ നീ? എന്താടാ ഇത്? നിനക്ക് ഇഷ്ടമുള്ള കോഴ്സല്ല നമ്മൾ പഠിപ്പിച്ചത്. നമുക്ക് അതിന്റെ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. നിനക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നല്ലേ ഉള്ളൂ. നമുക്ക് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണ. എനിക്കിനി ഒന്നും പഠിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ആഗ്രഹമെല്ലാം പോയി. നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെ ഞാൻ പഠിക്കാം. പക്ഷെ എന്റെ അവള് ചേച്ചി അവൾ ആഗ്രഹിച്ചത് അവളെ കൊണ്ട് പഠിപ്പിക്കണം. മോക്ക് മെഡിസിന് പഠിക്കണമായിരുന്നു. ഒരു വാക്ക് നീ ഞങ്ങളോട് പറയാത്തത്? നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കല്ലേ. എന്നാ പിന്നെ അതിന്റെ സാധ്യതകളൂടെ നമുക്ക് നോക്കിക്കളയാം. മോക്ക് സന്തോഷമല്ലേ? ചിരിയടാ, കരയാതെ ചിരിയടാ. കൂടുമ്പോൾ ഇൻപമുള്ളതാണ് കുടുംബം. ആ കുടുംബത്തിലെ ഓരോ തിരുനാളവും അണയാതെ സൂക്ഷിക്കേണ്ടത് ഓരോ കുടുംബാംഗങ്ങളുടെയും കടമയാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള തുറന്നു പറച്ചിലുകളാണ് പലപ്പോഴും ബന്ധങ്ങൾ ദൃഢമാക്കുന്നത്.